നമസ്കാരം. IPL 2025 മുന്നോടിയായുള്ള മെഗാതാര ലേലം പൂർത്തിയായി ടീമുകൾ പടയൊരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ റെക്കോർഡ് ലേലമാണ് നടന്നത്. ശ്രേയസ് അയ്യരും ഋഷഭ് പന്തും വെങ്കടേഷ് അയ്യരും എല്ലാം കണ്ണു തള്ളുന്ന പ്രതിഫലം നേടിയെടുത്തു. വലിയ കൂടുമാറ്റങ്ങളും ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസ് വിട്ടപ്പോൾ ഋഷഭ് പന്ത് ഡൽഹി വിട്ട് ലക്നൌവിലെത്തി. KKRനെ കിരീടത്തിലെത്തിച്ച നായകനായ ശ്രേയസ് അയ്യർ ഇപ്പോൾ പഞ്ചാബ് കിങ്സിലാണ്. വലിയ മാറ്റങ്ങൾ ഇത്തവണത്തെ ലേലത്തിലൂടെ സംഭവിച്ചതിനാൽ തന്നെ പോരാട്ടവും ആവേശകരമായി മാറിയിരിക്കുകയാണ്. IPL 2025 10 ടീമുകളെയും പരിഗണിച്ച ബാറ്റർമാരെ മാത്രം ഉൾപ്പെടുത്തി ഒരു ബാറ്റർമാരുടെ പ്ലേയിങ് 11 പരിഗണിച്ചാൽ ആരൊക്കെയായിരിക്കും അതിൽ ഉൾപ്പെടുക എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓസീസ് ഓപ്പണർ ട്രാവിസ് ഹെഡിന് തീർച്ചയായും സീറ്റുണ്ടാകും. ക്രീസിൽ നിൽക്കുന്നിടത്തോളം എതിർ ടീമിനെ വിറപ്പിക്കുന്ന കളിക്കാരനാണ് ഹെഡ്. തള്ളി തകർക്കുന്ന ഹെഡ് നിലവിലെ ഏറ്റവും മികച്ച T20 ബാറ്റർ കൂടിയാണ്. വിരാട് കോഹ്ലിയുടെ സമീപകാല ഫോം മോശമാണെങ്കിലും IPL-ലെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ എക്കാലത്തെയും മികച്ച താരമാണ് കോഹ്ലി. ഒരു സീസണിൽ കൂടുതൽ റൺസ് അടിച്ച താരമെന്ന റെക്കോർഡും സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡും കോഹ്ലിയുടെ പേരിലുണ്ട്. വരുന്ന സീസണിൽ RCBയുടെ നായക സ്ഥാനത്ത് കോഹ്ലി തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി സൂര്യകുമാർ യാദവ് മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കാൻ കഴിയുന്ന താരമാണ്. വരുന്ന സീസണിലും മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായി സൂര്യകുമാർ യാദവ് ഉണ്ടാകും. അഭിഷേക് ശർമ്മ, ഹെൻറിച്ച് ക്ലാസൻ, ഹാർദിക് പാണ്ഡ്യ, ഇന്ത്യയുടെ യുവ ഹീറോയായ അഭിഷേക് ശർമ്മയ്ക്കും ഈ 11 സീറ്റ് നൽകാൻ സാധിക്കും. സൺറൈസേഴ്സിന്റെ ഓപ്പണർ റോളിൽ മികച്ച പ്രകടനമാണ് അഭിഷേക് ശർമ്മ കാഴ്ചവെക്കുന്നത്. വരുന്ന സീസണിലും ഹൈദരാബാദിനൊപ്പമാണ് അഭിഷേക് ഉള്ളത്. ഹെൻറിച്ച് ക്ലാസൻ നിലവിലെ ഏറ്റവും അപകടകാരിയായ ബാറ്ററാണ്. ദക്ഷിണാഫ്രിക്കക്കാരനായ ഹെൻറിച്ച് ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് ക്ലാസിനുള്ളത്. ഹാർദിക് പാണ്ഡ്യയാണ് മറ്റൊരാളായിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ മാച്ച് വിന്നർ ആയിട്ടുള്ളയാളാണ്. റിങ്കു സിംഗ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായക സ്ഥാനത്തേക്ക് വളരാൻ സാധ്യതയുള്ള താരമാണ്. കടന്നാക്രമിച്ച് കളിക്കുന്ന റിങ്കു നിലവിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ്. സമ്മർദ്ദഘട്ടത്തിൽ നന്നായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് റിങ്കു. അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം കസറുന്ന താരമാണ്. ഇടം കൈയ്യൻ ഓപ്പണർ വിക്കറ്റ് പോകുമെന്ന ഭയമില്ലാതെ കടന്നാക്രമിക്കുന്ന കളിക്കാരനും കൂടിയാണ്. സഞ്ജു സാംസണാണ് ഇനി ഈ ലിസ്റ്റിലെ അടുത്ത താരം. T20-യിൽ ഇന്ത്യക്കായി 3 സെഞ്ചുറി നേടി റെക്കോർഡിട്ട സഞ്ജു വരുന്ന സീസണിലും രാജസ്ഥാന്റെ നായകസ്ഥാനത്ത് ഉണ്ട്. ജോസ് ബട്ട്ലറും IPL മികച്ച റെക്കോർഡുള്ള താരമാണ്. ഒരു സീസണിൽ രാജസ്ഥാനൊപ്പം 4 സെഞ്ചുറി ഉൾപ്പെടെ നേടാൻ ബട്ട്ലർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബട്ട്ലറെ ഇത്തവണ രാജസ്ഥാൻ കൈവിടുന്നതാണ് കൗതുകകരമായ കാര്യം. ശുഭ്മാൻ ഗില്ലാണ് ഇതിൽ ലിസ്റ്റിലെ മറ്റൊരാൾ. ഗുജറാത്ത് ടൈറ്റൻസ് നായകനായ ഗില്ല് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ രാജകീയ സിംഹാസനത്തിലേക്ക് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നവരിൽ ഒരാളാണ്.